നമ്മൾ ഇതിൽ സംസാരിക്കാൻ പോകുന്നത് നരൂട്ടോ സീരീസിലെ ഉച്ചിഹ ക്ലാൻകർ എന്നറിയപ്പെടുന്ന ഇറ്റാച്ചി ഉച്ചിഹയെ കുറിച്ചിട്ടാണ്. വളരെ കുറച്ച് എപ്പിസോഡ്സിൽ മാത്രമാണ് ഇറ്റാച്ചി അപ്പിയർ ചെയ്തതെങ്കിലും ആ കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ വളരെയധികം വലിയൊരു ഫാൻ ബേസ് തന്നെയാണ് ഇറ്റാച്ചി ഉണ്ടാക്കിയത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ആദ്യം കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോർ ദ വീഡിയോ. ഹിഡൻ ലീഫ് വില്ലേജിലെ ഒരു ഷിനോബി ആയിരുന്നു ഇറ്റാച്ചി. ഉച്ചിഹ ക്യാപ്റ്റനായിരുന്ന ഫുഗാക്കു ഉച്ചിഹയുടെ ആദ്യത്തെ മകനാണ് ഇറ്റാച്ചി. ഇറ്റാച്ചിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് മൂന്നാം ഷിനോബി വേൾഡ് വാർ ഉണ്ടായത്. അത്രയും ചെറിയ പ്രായത്തിലെ കൊലയും കണ്ടു വളർന്ന ഇറ്റാച്ചി ലോകത്ത് സമാധാനം കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് ജീവിച്ചിരുന്നത്. അതിനുവേണ്ടി ഇറ്റാച്ചി ദിവസങ്ങളോളം ട്രെയിൻ ചെയ്ത് തന്റെ ജനറേഷനിലെ ഏറ്റവും ബെസ്റ്റായി മാറാൻ തീരുമാനിക്കുന്നു. ഇറ്റാച്ചിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് സാസുക്കെ ജനിക്കുന്നത്. ആൻഡ് അതേ സമയത്താണ് ഇറ്റാച്ചി ഷിഷുയെ പരിചയപ്പെടുന്നത്. ഹിഡൻ ലീഫ് വില്ലേജിൽ 9 ഡേയ്സിന്റെ ആക്രമണത്തിന് ശേഷം ലീഫ് വില്ലേജിനും ഉച്ചിഹ ക്ലാനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായി. അത് കാരണം ഉച്ചിഹ ക്ലാൻ വില്ലേജിന്റെ അറ്റത്തേക്ക് മാറ്റി പാർപ്പിക്കപ്പെട്ടു. ഇറ്റാച്ചി തന്റെ 6ാം വയസ്സിലാണ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. അക്കാഡമിയിൽ പഠിക്കുമ്പോഴും ഇറ്റാച്ചി തന്റെ ഷാഡോ ക്ലോണിനെ ക്ലാസ്സിലേക്ക് വിട്ടിട്ട് ഷിഷോയുടെ കൂടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 4 മാസം കൊണ്ട് തന്നെ ഇറ്റാച്ചി അക്കാഡമിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയി ജൂനിയർ ലെവൽ എത്തുന്നു. ഇറ്റാച്ചിയുടെ ഈ സ്കിൽസ് ഒക്കെ കാരണം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വില്ലേജിലെ എല്ലാ ലീഡേഴ്സിന്റെയും ശ്രദ്ധ ഇറ്റാച്ചിയിലേക്ക് എത്തുന്നു. അക്കാലത്താണ് ഇറ്റാച്ചി രാൻസോയും പരിചയപ്പെടുന്നത്. ഇറ്റാച്ചിയുടെ 8ാം വയസ്സിൽ ടീം 2ന് കിട്ടിയൊരു മിഷനിൽ വെച്ച് ഇറ്റാച്ചിയുടെ സുഹൃത്തായ ടെൻമ ഉസുമോയെ മാന്ദ്ര ഉച്ചിഹ കൊല്ലുന്നു. ആക്ച്വലി കൊല്ലുന്നത് മാന്ദ്ര അല്ല, ഒബീറ്റോയാണ്. കാരണം ആ സമയത്ത് ഒബീറ്റോ മാന്ത്രയുടെ പേരിലാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത്. സോ ടെൻമ ഉസുമയുടെ മരണത്തിൽ നിന്നും ഉണ്ടായ ഷോക്കിൽ നിന്നുമാണ് ഇറ്റാച്ചി ഷാരിങ്ങൻ അവേക്ക് ചെയ്യുന്നത്. ആൻഡ് അതേ പ്രായത്തിൽ തന്നെ ഇറ്റാച്ചി ഇത് മാസ്റ്ററും ചെയ്യുന്നു. ഇറ്റാച്ചി പിന്നെ തന്റെ 11ാം വയസ്സിൽ അംബോയിലെ മെമ്പറായി. ഇറ്റാച്ചിയുടെ ഈ വളർച്ച ഉച്ചിഹ ക്ലാനിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഫുഗാക്ക് വിശ്വസിച്ചിരുന്നു. ആൻഡ് സാസുക്കെ ഇറ്റാച്ചി ഒരു റോൾ മോഡൽ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇറ്റാച്ചി തന്റെ അനിയനായ സാസുക്കയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആൻഡ് ഇറ്റാച്ചി തന്റെ ഒഴിവ് സമയമെല്ലാം സാസുകയുടെ ഒപ്പമാണ് ചിലവഴിച്ചിരുന്നത്. അക്കാലത്താണ് ഹിഡൻ ലീഫ് വില്ലേജ് ഉച്ചിഹ ക്ലാനിനോട് അവഗണന കാണിക്കാൻ തുടങ്ങിയത്. ആൻഡ് ഉച്ചിഹ ക്ലാൻ പതിയെ വില്ലേജിനെതിരെ തിരിയാനുള്ള നീക്കങ്ങൾ നടത്താൻ തുടങ്ങി. ഉച്ചിഹ ക്യാപ്റ്റനായിരുന്ന ഫുഗാക്കു ഇറ്റാച്ചിയുടെ അമ്പുല റാങ്കിംഗ് ഒക്കെ അവിടുത്തെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ ഇതിനോട് ഇറ്റാച്ചിക്ക് താല്പര്യമില്ലായിരുന്നു. ഉച്ചിഹയുടെ ഈ നീക്കങ്ങൾ നാളെ വലിയൊരു യുദ്ധമായി മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഇറ്റാച്ചി വില്ലേജിനും ഉച്ചിഹയ്ക്കും ഇടയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവർക്കിടയിൽ ഡബിൾ ഏജന്റായി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഷിസൂയിയും ഇറ്റാച്ചിയെ സഹായിച്ചു. ഷിസൂയി തന്റെ കോട്ടോ അമസുകാമി ഉപയോഗിച്ച് ഉച്ചിഹ ലീഡേഴ്സിനെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുവെങ്കിലും ഷിസൂയിയുടെ വലത്തെ കണ്ണ് ടാൻസോ കൈക്കലാക്കുന്നു. ഷിസൂയി മരിക്കുന്നതിന് മുമ്പ് തന്റെ ഇടത്തെ കണ്ണ് ഇറ്റാച്ചിക്ക് കൊടുക്കുന്നു. ആൻഡ് അവിടെ വെച്ച് ഷിസൂയുടെ മരണം കാണുന്നതിലൂടെ ഇറ്റാച്ചി തന്റെ മാഗക്യോ ഷാരിങ്ങൻ അവേക്ക് ചെയ്യുന്നു. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ഉച്ചിഹ മെമ്പേഴ്സ് ഷിസൂയുടെ മരണത്തിന് ഉത്തരവാദി ഇറ്റാച്ചിയാണെന്നും അത് ആത്മഹത്യയെ മാറ്റിയതും ഇറ്റാച്ചിയാണെന്നും മുദ്രകുത്തുന്നു. ഇതിൽ ദേഷ്യം വന്ന ഇറ്റാച്ചി അവരെയെല്ലാം ആക്രമിച്ചു തോൽപ്പിക്കുന്നു. ഈ സംഭവം ഇറ്റാച്ചിയും തന്റെ കുടുംബവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമായി. ഇറ്റാച്ചി തന്റെ 12ാം വയസ്സിൽ അംബു ക്യാപ്റ്റനായി പ്രൊമോട്ട് ആവുന്നു. അക്കാലത്താണ് ഉച്ചിഹ ക്ലാനുമായി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡാൻസോ ഇറ്റാച്ചിയുടെ മുന്നിൽ 2 ഓപ്ഷൻസ് വയ്ക്കുന്നു. ഒന്നെങ്കിൽ ഇറ്റാച്ചിക്ക് തന്റെ ക്ലാന്റെ കൂടെ നിന്ന് ആ ക്ലാൻ നശിക്കുന്നത് കാണാം, അല്ലേ സാസുക്കെ ഒഴിച്ച് എല്ലാ ക്ലാൻ മെമ്പേഴ്സിനെയും ഇറ്റാച്ചി കൊന്നുകളയണം. ഇതിൽ ഇറ്റാച്ചി തന്റെ അനിയനെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഇറ്റാച്ചി ഉച്ചിഹ മാസക്കർ നടത്തുന്നതിന് മുമ്പ് വീണ്ടും മാന്ത്രയെ കാണാനിടയായി. അവിടെ വച്ച് ഇറ്റാച്ചി മാന്ത്രയ്ക്ക് ഓഫർ കൊടുക്കുന്നു. വില്ലേജിനെ വെറുതെ വിടുകയാണെങ്കിൽ ഇത്രയും നാൾ മാന്ത്രയെ ഒറ്റയ്ക്കാക്കിയതിന് ഉച്ചിഹ ക്ലാനോട് പ്രതികാരം ചെയ്യാൻ സഹായിക്കാമെന്ന്. ആൻഡ് ആ ഓഫർ മാന്ത്ര അംഗീകരിക്കുന്നു. അന്ന് രാത്രി ഇറ്റാച്ചിയും മാന്ത്രയും ചേർന്ന് എല്ലാ ഉച്ചിഹ ക്ലാൻ മെമ്പേഴ്സിനെയും കൊന്നുകൊള്ളുന്നു. അവിടെ വന്ന ഇറ്റാച്ചിയുടെ ലവ് ഇൻട്രസ്റ്റായ ഇസൂമിയെ ഇറ്റാച്ചി കൊല്ലുന്നതിന് മുമ്പ് ഇസൂമിക്ക് തന്റെ സുഖിയോമി ഉപയോഗിച്ച് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ സംഭവിക്കാമായിരുന്ന എല്ലാ സ്വപ്നങ്ങളും കാണിച്ചു കൊടുക്കുന്നു. ഇറ്റാച്ചി ബാക്കിയുള്ളവരെ കൊല്ലാൻ മാന്ത്രയെ അയച്ചിട്ട് ഇറ്റാച്ചി തന്റെ മാതാപിതാക്കളെ കൊല്ലാൻ പോകുന്നു. അവരെ കൊല്ലുന്നതിന് മുമ്പ് സാസുകയെ നോക്കിക്കോളാമെന്ന് ഉറപ്പു നൽകുന്നു. താൻ ചെയ്ത തെറ്റുകൾക്ക് തന്നെ ശിക്ഷിക്കാനുള്ള അവകാശം സാസുകയ്ക്ക് മാത്രമാണ് ഉള്ളതെന്നതുകൊണ്ട് അതിനുവേണ്ടി ഇറ്റാച്ചി തന്റെ സുഖിയോമി ഉപയോഗിച്ച് എല്ലാ ക്ലാൻ മെമ്പേഴ്സിന്റെ മരണം സാസുകയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇറ്റാച്ചി സാസുകയ്ക്കുള്ളിൽ തനിക്കെതിരെയുള്ള പ്രതികാരം വളർത്തുന്നു. തന്റെ മിഷൻ നടപ്പിലാക്കിയതിനു ശേഷം ഇറ്റാച്ചി തേർഡ് ഹുക്കാഗെ പോയി കണ്ട് സാസുക്കയുടെ സുരക്ഷാ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ലീഫ് വില്ലേജിന് വേണ്ടി അക്കാട്സുക്കിയെ സ്പൈ ചെയ്യാൻ വേണ്ടി ഇറ്റാച്ചിയും ഒരു അക്കാട്സുക്കി മെമ്പറായി മാറുന്നു. പിന്നീട് തേർഡ് ഹുക്കാഗയുടെ മരണത്തിന് ശേഷം ഇറ്റാച്ചി അക്കാട്സുക്കി ടെയിൽ ബീസ്റ്റുകളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി വീണ്ടും വില്ലേജിലേക്ക് വരുന്നു. ഇതിനിടയിൽ ഇറ്റാച്ചി തന്റെ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇറ്റാച്ചിക്ക് തന്റെ മരണം സാസുക്കയുടെ കയ്യാൽ ആയിരിക്കാമെന്ന ലക്ഷ്യമുള്ളത് കൊണ്ട് മരുന്നുകളുടെ സഹായത്തോടെ വീണ്ടും ജീവിക്കുന്നു. പിന്നീട് നരൂട്ടോ സാസുക്കയെ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറ്റാച്ചി ഷിസൂയിയുടെ കണ്ണുള്ള ഒരു കാക്കയെ നരൂട്ടോയുടെ ഉള്ളിൽ ഒളിപ്പിക്കുന്നു. അപ്പോഴേക്കും സാസുക്കെ തന്റെ പുതിയ സ്കിൽസ് ഉപയോഗിച്ച് ഇറ്റാച്ചിയുടെ അടുത്തെത്തുന്നു. അവിടെ വെച്ച് ഇറ്റാച്ചിയും സാസുകയും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നു. അവസാനം ഇറ്റാച്ചി അവിടെ വെച്ച് തന്റെ അസുഖം കാരണം ചോരതുപ്പി മരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ഇറ്റാച്ചി സാസുകയോട് താൻ ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കുന്നു. ഇറ്റാച്ചിയുടെ മരണശേഷമാണ് സാസുക്കെ ഇറ്റാച്ചി വില്ലേജിനെ ചതിച്ചിട്ടില്ല എന്നും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് 4th ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത്
കബൂട്ടോ ഇറ്റാച്ചിയും ബാക്കി 4 അക്കാത്സുക്കി മെമ്പേഴ്സിനെയും റീആനിമേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇറ്റാച്ചി നരൂത്തോയെ ഉള്ളിൽ ഒളിപ്പിച്ച കാക്കിയുടെ സഹായത്തോടെ റീആനിമേഷൻ ജുജുത്സു ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നു. ശേഷം സിസുയുടെ കണ്ണ് തെറ്റായ കൈകളിൽ എത്താതിരിക്കാൻ ഇറ്റാച്ചി തന്റെ അമാത്രാസ് ഉപയോഗിച്ച് ആ കാക്കയെ നശിപ്പിച്ചു കളയുന്നു. ഇറ്റാച്ചി കബൂട്ടയും തേടി അവിടെ എത്തിയപ്പോൾ പുറകെ സാസുക്കി അവിടെ എത്തുന്നു. കബൂട്ടയുമായുള്ള ഫൈറ്റിനിടയിൽ ഇറ്റാച്ചി തന്റെ ജിൻജുത്സു ഉപയോഗിച്ച് കബൂട്ടയെ കൊണ്ട് തന്നെ ഇംപ്യൂർ വേൾഡ് റീആനിമേഷനെ അവസാനിപ്പിക്കുന്നു. ഇറ്റാച്ചിയുടെ ആത്മാവ് മുഴുവനായി ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് ഇറ്റാച്ചി തന്റെ എല്ലാ ഓർമ്മകളും സാസുക്കി കൊടുക്കുന്നു. അവസാനമായി ഞാൻ നിന്നെ എന്ന് സ്നേഹിക്കുമെന്നും ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റാച്ചി ഈ ലോകത്തു നിന്ന് മാഞ്ഞു പോകുന്നു. ഒരിക്കൽ പോലും ഇറ്റാച്ചിയെ കണ്ടിട്ടില്ല എങ്കിലും ഹാഷിറാമ വരെ ഇറ്റാച്ചിയെ തന്നെക്കാൾ മികച്ച ഷിനോബി എന്നാണ് വിളിച്ചത്. പിന്നീട് 4ാം ഷിനോബി വേൾഡ് വാർ അവസാനിച്ചതിനു ശേഷം കക്കാശി ഹൊക്കാഗെ ആയിട്ട് ഇറ്റാച്ചിയുടെ പേര് രാജ്യദ്രോഹി എന്നതിൽ നിന്ന് മാറ്റി യുദ്ധനായകന്മാരുടെ കൂടെ ചേർക്കുന്നു. സോ ഗൈസ്, ഇതാണ് ഇറ്റാച്ചി ഉചിഹയുടെ ലൈഫ് സ്റ്റോറി. ഇറ്റാച്ചിയെ വീണ്ടും ബൊറൂട്ടോ സീരീസ് റീആനിമേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നുവെങ്കിലും പ്രേക്ഷകരെ എല്ലാം വിഷമിപ്പിച്ചുകൊണ്ട് അതെല്ലാം വെറും റൂമേഴ്സ് ആണെന്ന് നരൂത്തോ സീരീസിന്റെ ഓതർ ഒഫീഷ്യലി അറിയിച്ചിരുന്നു. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇറ്റാച്ചിയെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റാച്ചിയെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുക.